എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഈ ഒരു ബോക്സ് വെച്ചിട്ട് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാന്നുള്ളത്. ഒന്ന് കാണിച്ചു കൊടുത്താലോ? വരി കാണിച്ചു തരാം. വീടിന്റെ ബാക്കിൽ തന്നെയാണ്. ബാക്കിൽ തന്നെയാണ് അല്ലേ? പോലെ നമുക്ക് അപ്പൊ ഈ ഒരു നോട്ടീസ് ഉണ്ടെങ്കിലേ ഇതിന്റെ എല്ലാ പരിപാടി മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിൽ ആദ്യം നമ്മളിതിൽ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഈ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട ഓട്ടോമാറ്റിക് ആയിട്ട് തിരിയേണ്ടത് കാണാൻ പറ്റും. അപ്പൊ കറണ്ട് ബില്ല് അധികം വരൂല. കറണ്ട് ബില്ല് വരൂല. ഇത് നമുക്ക് എത്ര കാലമാണ് ഉപയോഗിക്കാൻ പറ്റും? ഒരു വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഇൻക്യുബേറ്റർ ഉണ്ടാക്കി വെച്ച് കാണാൻ പറ്റൂല. അതെ. ഹായ്, അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ്. കോട്ടക്കൽ എടരിക്കോടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ മജീദ് ക. എന്താ വിശേഷം? സുഖമായിട്ട് പോകുന്നു അല്ലേ? അപ്പൊ മജീദ് ക, ഇന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു ബോക്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇത് ഏതാ ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇതാണ് കോഴിമുട്ട വിരിക്കുന്ന ഇൻക്യുബേറ്റർ. അപ്പൊ ഇത് എത്ര വിധത്തിലുണ്ട് നിങ്ങൾ ചെയ്യണേ? ഇത് നമ്മള് 3 ഐറ്റം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 ഐറ്റം? ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട്. അല്ലേ? ഇങ്ങനെ 3 വിധത്തിലാണ് ഉള്ളത്. അതെ. നിങ്ങൾ എത്ര വർഷമായി ഈ ഒരു ഇൻക്യുബേറ്ററിന്റെ പരിപാടി തുടങ്ങിയിട്ട്? ഏകദേശം 8 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യണത്, അതേപോലെ തന്നെ ഇത് ഏതൊക്കെ രീതിയിലുള്ള ബോക്സ് ആണ്, ഇതിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചു കൊടുത്താലോ? അപ്പൊ നമ്മളെ ഫസ്റ്റ് ഈ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഈ ഒരു ഇൻക്യുബേറ്ററിനെ കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. ഓക്കെ. അപ്പൊ ഇത് തുറന്നൊക്കെ കാണിച്ചു കൊടുക്കി. ഇതില് നെറ്റ് ഉണ്ടാവും. കോഴിമുട്ട അടിയിൽ ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് നെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കോഴിമുട്ട ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ബൾബ് ബൾബ് ഉണ്ട്. പിന്നെ ഇതിൽ അഡാപ്റ്റർ ഉണ്ടാവും. പിന്നെ ഒരു മൾട്ടിപ്ലഗ് ഉണ്ടാവും. പിന്നെ ഇൻക്യുബേറ്റർ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഈ നോട്ടീസിലുണ്ടാവും. ഫുള്ള് കാര്യങ്ങൾ ഇതിലുണ്ടാവും. ഇത് തെർമോക്കോളിന്റെ ബോക്സ് ആണല്ലോ. അപ്പൊ ഈ തെർമോക്കോളിന്റെ ബോക്സ് നിങ്ങൾ ഒട്ടിച്ച് ചെയ്യണാണോ? അല്ല, നമ്മള് കമ്പനിന്റെ മോൾഡ് കൊണ്ട് ചെയ്യുന്ന ബോക്സ് ആണ്. EPS തെർമോക്കോളാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബോക്സ് ആണ്. ആണല്ലേ? ഇപ്പൊ ഈ 60 കോഴിമുട്ട വെച്ച് കഴിഞ്ഞാൽ ഈ 60 വിരിയോ? 60 കോഴിമുട്ട വെച്ചാൽ 60 വിരിയാനുള്ള ചാൻസ് കുറവാണ്. പേടയും പൂവനൊക്കെ ഉള്ള കോഴി ക്രോസ് ആയ മുട്ട മാത്രമേ വിരിയുള്ളൂ. അത് നമ്മളിത് കോഴിമുട്ട വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് ടോർച്ച് വെച്ച് നോക്കണം. എന്നിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കുക. എത്ര ദിവസം കഴിഞ്ഞാലാണ് ഈ കോഴിമുട്ട വിരിയ? 21 ദിവസം കഴിഞ്ഞാൽ വിരിയ അല്ലേ? കോഴിയാന്ന് 21, കാട എന്നിട്ട് 18, താറാവ് 28, പിന്നെ അതേപോലെ ഗിനിക്കോയി ഉണ്ട്, അത് 26, അങ്ങനെ വരും. അരയെണ്ണം 32 ദിവസം. അങ്ങനെ ഓരോന്നിനും ഓരോ ദിവസം ഉണ്ട്. അപ്പൊ ഇതില് കോഴികളെ മുട്ട മാത്രമല്ല വെക്കാൻ പറ്റും? കോഴി മാത്രമല്ല, എല്ലാ മുട്ടയും വെക്കാം. എല്ലാം വെക്കാം. ടർക്കിയൊക്കെ വെക്കാൻ പറ്റൂലേ? ഇതാണ് 100 കോഴിമുട്ട വെക്കുന്ന ബോക്സ്. 100 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ അല്ലേ? ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കി. ഇത് നമുക്ക് ഏകദേശം 100 മുതൽ 120 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിൽ കോഴിമുട്ട എങ്ങനെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതിൽ പേപ്പർ ഇരിക്കുക, അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക. നെറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെറ്റ് വെക്കുന്നത്. പിന്നെ നമ്മൾ ഈ പാത്രത്തിൽ നമ്മൾ ഈ